ഇനി നമുക്കേ നല്ല വീർത്തുരുണ്ട് വരുന്ന പഴംപൊരിൻ്റെ റെസിപ്പി കാണാം കേട്ടോ. ഞാനിവിടെ 1 കപ്പ് മൈദയാണ് കേട്ടോ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 പ്ലേറ്റ് നിറയെ പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ ഒരുപാട് പ്രാവശ്യം ഇടുന്നത് കാണുന്നത് ഇത് 1/4 കപ്പാണ് കേട്ടോ. അതുകൊണ്ടാണ് 4 പ്രാവശ്യമൊക്കെ ഇടുന്നത് കാണുന്നത്. പിന്നെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു നുള്ള ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുത്തു. 1 സ്പൂൺ തൈരും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തൈര് സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. നമ്മളെ പഴംപൊരി നല്ല വീർത്ത് പൊള്ളച്ച് വരാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രിക്കാണ്. കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതാ മാവ് നമുക്കിതുപോലെ റെഡിയാക്കി എടുക്കാം. പിന്നെ ഞാനൊരു നുള്ളു ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ല, അപ്പം തന്നെ ചുട്ടെടുക്കുകയാണ്. പഴം കട്ട് ചെയ്യണ ആ ഒരു സമയം മാത്രമേ ഉള്ളൂ കേട്ടോ അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട്. അതുകൊണ്ടാണ് ബേക്കിംഗ് സോഡ ചേർത്തത്. ഇനി ബേക്കിംഗ് സോഡ ചേർക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. മാവ് കുറച്ച് സമയം ഒന്ന് പൊങ്ങാൻ വെച്ചാൽ മതി. അപ്പോൾ പഴമൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പഴം 4 പീസാക്കിയിട്ടാട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാ ഇവിടെ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിൽ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് പഴം കട്ട് ചെയ്തത് മാവിൽ മുക്കിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇത് തിരിച്ചും മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക. കളർ മാറി വരുമ്പോൾ നമുക്കറിയാലോ. അപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല വീർത്ത് പൊള്ളച്ച് വരുന്ന പഴംപൊരിൻ്റെ റെസിപ്പിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടി. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. പഴം, മൈദയും പഞ്ചസാരയും ഫ്രൈ ചെയ്യാനുള്ള ഓയിലും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പഴംപൊരിൻ്റെ പോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതേപോലെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.